ആറാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ. പ്രേക്ഷകരെ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒറ്റ റൗണ്ടിലും മുന്നേറ്റം കാഴ്ചവെച്ചിട്ടില്ല. കുട്ടിയായി മാറിയിരിക്കുന്നു. കൗമിന്റെ കുട്ടി എന്ന് അധിക്ഷേപിച്ചവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർ പേരാമ്പ്രയുടെ കുട്ടിയായി മാറിയിരിക്കുന്നു. ധർമ്മടത്ത് ആറാം റൗണ്ട് എണ്ണുമ്പോഴും പിണറായി വിജയൻ പിന്നിൽ തുടരുമ്പോൾ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ 5000-ത്തിലധികം വോട്ടിന് ലീഡ് ചെയ്യുന്നു. 5921 വോട്ട്, ഏതാണ്ട് 6000 വോട്ടിന് ജി സുധാകരൻ. അപ്പോൾ തളിപ്പറമ്പിൽ പാർട്ടി CPM വലിയ തിരിച്ചടി നേരിടുന്നു. മട്ടന്നൂരിൽ തിരിച്ചടി നേരിടുന്നു. പയ്യന്നൂരിൽ തിരിച്ചടി നേരിടുന്നു. മുഖ്യമന്ത്രി മത്സരിച്ച ധർമ്മടത്ത് പോലും വലിയ പ്രഹരമാണ്, വലിയ തിരിച്ചടിയാണ്. തവണ 4600 വോട്ടിന്റെ ഭൂരിപക്ഷം ധർമ്മടത്ത് ആറാം റൗണ്ട് പിന്നിടുമ്പോഴുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ വോട്ടിന് പിന്നിൽ നിൽക്കുന്നത്. 5833 വോട്ടുകൾക്ക് ഫാത്തിമ തഹലെ പേരാമ്പ്രയിൽ മുന്നിൽ. TP രാമകൃഷ്ണൻ LDF കൺവീനറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം സമ്പൂർണമായ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലായിടത്തും കേരള കോൺഗ്രസ് എം പരാജയമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. UDF-ലേക്ക് നേരത്തെ ക്ഷണമുണ്ടായിരുന്നു. ആ ക്ഷണം റോഷി അഗസ്റ്റിൻ അത് തടയുന്നു. അതിനുശേഷം അത് LDF-ൽ തന്നെ നിൽക്കാൻ തീരുമാനമാകുന്നു. പ്രമോദ പരാജയത്തിലേക്ക് അവർക്കൊക്കെ തന്നെയും തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥി തുടരുമെന്നായിരുന്നു. മലമ്പുഴയിൽ പ്രഭാകരന്റെ ലീഡ്, LDF-ന്റെ ലീഡ് 8483 ഇവിടെയൊക്കെ 30,000-ഓളം ലീഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 8000-ഉം 10,000-ഉം ഒക്കെ സ്ഥലങ്ങളിലൊക്കെ വളരെ ചെറിയ വോട്ടുകളുടെ ലീഡാണ്. 3000, 40,000, 40,000 ലീഡുള്ള സ്ഥലത്ത് ഒരാളുടെ സ്ഥലത്ത് പോലും 10,000 കിടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 41 സീറ്റിലും ബഹുഭൂരിപക്ഷവും 10,000-ൽ താഴെയാണ്. കോഴിക്കോട് സൗത്ത് 4-ാം റൗണ്ടിൽ ഫൈസൽ ബാബുവിന്റെ ലീഡ് കുറഞ്ഞു, 4545 കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ UDF തരംഗമാണ്, എല്ലാ അർത്ഥത്തിലും തരംഗമാണ്. CPM-ലാണെങ്കിൽ ഇടതുപക്ഷത്തിലാണെങ്കിൽ പാർട്ടി അംഗങ്ങൾ തന്നെ പാർട്ടിയെ പരാജയപ്പെടുത്താൻ, നേതൃത്വത്തെ പരാജയപ്പെടുത്താൻ രംഗത്തിറങ്ങിയെന്നതാണ്. അതാണ് ഇടക്കം തട്ടിയ കോട്ടകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബാലുശ്ശേരി, ധർമ്മടം, പേരാമ്പ്ര, ആറന്മുള, അമ്പലപ്പുഴ, ഏറ്റുമാനൂർ, വൈക്കം, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, കോങ്ങാട്, എലത്തൂർ, നാദാപുരം, തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ, ഉദുമ. നോക്കൂ, തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ എന്നൊക്കെ പറയുന്നത്, ധർമ്മടം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തെയും ഉറച്ച കോട്ടയാണ്. ഒന്നും തിരിഞ്ഞു നോക്കേണ്ടതില്ലാത്ത ഇടമാണ്. ഇവിടങ്ങളിൽ നിന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ, ഉയർന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഈ പാർട്ടി നൽകിയത്? അതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നുണ്ടായിരിക്കുന്നത്. പാർട്ടി സഖാക്കൾ തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പാർട്ടി നന്നായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പാർട്ടി തന്നെ ചുമതലയേൽപ്പിച്ച് കണക്കുകൾ പരിശോധിച്ച് കണക്ക് നൽകിയ കുഞ്ഞികൃഷ്ണനെ എങ്ങനെയാണ് അപമാനിച്ചത്? M സ്വരാജിനെ പോലുള്ള നേതാവ് അദ്ദേഹത്തിനെ കള്ളൻ എന്ന് വിളിച്ചില്ലേ? ഒരു കള്ളന് മറുപടി പറയേണ്ടില്ല എന്ന് പറയുമ്പോൾ ഇതാ ജനം ആർക്കാണ് മറുപടി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കള്ളൻ എന്ന കുഞ്ഞികൃഷ്ണനെ വിളിച്ചപ്പോൾ കുഞ്ഞികൃഷ്ണൻ അവിടെ പയ്യന്നൂരിൽ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയും ധാർമ്മികതയുടെ പ്രശ്നം കൂടിയാണ്. സത്യസന്ധനായ ഒരു നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടാത്തപ്പോൾ ജനം മറുപടി നൽകും എന്നുള്ളതാണ് കാണുന്നത്. എല്ലാ കോൺഗ്രസ് നേതാക്കളും വലിയ വിജയം നേടുമ്പോൾ TN പ്രതാപൻ മാത്രം മണലൂരിൽ 1110 വോട്ടുകൾക്ക് പിന്നിലാണ്. കരുത്തനായ രവീന്ദ്രനാഥിനോട് 1110 വോട്ടുകൾക്ക് പിന്നിലാണ്. രവീന്ദ്ര മാഷാണ് അവിടെ 1110 വോട്ടുകൾ. നേമത്ത് ലീഡ് ഉയർത്തി രാജീവ് ചന്ദ്രശേഖർ 4324 വോട്ട് ലീഡ്. ഏകദേശം നേമം BJP പിടിക്കുന്നു എന്ന തോന്നലാണ്. രാജീവ് ചന്ദ്രശേഖർ 4324 വോട്ടിന്റെ ലീഡ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ.